പിണറായി വിജയൻ ഒരു RSSന്റെ പരിപാടിക്ക് പോയി ഒരു ഗോൾവാൾക്കറുടെ മുന്നിലും നിലവിളക്ക് കുനിഞ്ഞ് കൊളുത്തിയിട്ടില്ല. ഒരു ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ RSS പരിപാടിക്കും പോയിട്ടില്ല. പറവൂരിലെ മലക്കപ്പള്ളി സ്കൂളില് ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ, ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ കുനിഞ്ഞു നിന്ന് ആ നിലവിളക്ക് കൊളുത്തിയ നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പരിപാടിയിൽ പങ്കെടുത്ത നേതാവിന്റെ പേര് VD സതീശൻ എന്നാണ്. ആ VD സതീശനാണ് കാന്തപുരത്തിലെ കേരള യാത്രയുടെ സമാപനത്തിൽ വന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ നേരിടും. നല്ലതാണ് സാർ, പക്ഷേ പറയുമ്പോൾ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. BJPയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത്, ഭൂരിപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് UDF ആണ് എന്നുള്ളതാണ്. വസ്തുത അതാണോ? നമ്മുടെ മുന്നിലുള്ള വസ്തുത ഏതാണോ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ദിവസമല്ലേ വിസ്മയത്തെക്കുറിച്ച് കേരളം ചർച്ച ചെയ്യുമ്പോൾ വിസ്മയത്തിന് വേണ്ടിയിട്ട് കേരളം ഒരു വാതിൽ തുറന്നിട്ടു. അതിലൂടെ ജോസ് കെ മാണി വരുമെന്ന് കരുതി. പക്ഷേ വിസ്മയത്തിന്റെ വാതിൽ തുറന്നിട്ടപ്പോൾ പുറകുവശത്തെ വാതിൽ അടയ്ക്കാൻ മറന്നുപോയി. എന്താ സംഭവിച്ചത്? ബീഹാറിൽ നിന്ന് 6 MLA NDA ക്യാമ്പിൽ പോയി. വിസ്മയത്തിന് വേണ്ടി കേരളത്തിൽ വാതിൽ തുറന്നിട്ടപ്പോൾ ബീഹാറിലെ വാതിലിലൂടെ 6 MLA പോയത് NDA ക്യാമ്പിലേക്കാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബീഹാറിൽ ഇന്ന് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിലെ അംഗങ്ങളുടെ എണ്ണം 0 പോവുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള 6 MLA ബീഹാറിലെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 6 പേരും NDA ക്യാമ്പിലേക്ക് പോവുക. ഇവരാണോ BJPയെ പ്രതിരോധിക്കാൻ പോകുന്നത്? ഇവരാണോ ന്യൂനപക്ഷ സംരക്ഷണം നടത്താൻ പോകുന്നത്? പ്രേക്ഷകരെ, നിങ്ങൾക്കറിയുമോ, അരുണാചൽ പ്രദേശിലെ 60 MLA 43 പേരിൽ 42 പേരും മുഖ്യമന്ത്രി അടക്കം, പ്രേമഖണ്ഡു അടക്കം പിറ്റേ ദിവസം BJP ഓഫീസിലേക്കാണ് പോയിരുന്നത്. ഇത് അരുണാചൽ പ്രദേശിന്റെ ചരിത്ര, ബീഹാറിന്റെ ചരിത്ര. എന്തിനും മറ്റത്തൂർ എന്ന് പറയുന്ന പഞ്ചായത്ത് കണ്ടതല്ലേ? BJPയുടെ പിന്തുണ കൊടുത്തിട്ട് എങ്ങനെയാ കടന്ന് ഉരുണ്ട് കളിച്ചതെന്ന് നമ്മൾ കണ്ടതല്ലേ? കുമരകത്ത് കണ്ടതല്ലേ? കേരളത്തിൽ കണ്ടതല്ലേ? എങ്ങനെയാണ് കോലിബി സഖ്യം കേരളം കണ്ടതല്ലേ? ഈ വസ്തുതകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ന്യൂനപക്ഷ വിരുദ്ധമാണെന്നോ BJPയെ പ്രതിരോധിക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മികാവകാശം തങ്ങൾക്കാണെന്നോ കോൺഗ്രസിന് പറയുക സാധ്യമാണോ?